ഹലോ, ഇന്ന് ഞാൻ ഒരു മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കാൻ പോവാം. ജിത്തുവിൻ്റെ ക്ലാസ്സിൽ ഫ്ലേവർ ഫീസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും ഏതെങ്കിലും ഒരു ഐറ്റം ചെയ്ത് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കിക്കൊണ്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പാരൻസിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ ചൂടോടെ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അതിനുവേണ്ടി നമ്മൾ വൻപയറൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുതിർത്ത ശേഷം നമ്മൾ കുക്കറിലൊക്കെ ഇട്ട് വേവിക്കാൻ വെച്ചിട്ട് നമ്മുടെ വീട്ടിലുണ്ടായ മത്തങ്ങയൊക്കെ അങ്ങ് അരിയാൻ വേണ്ടിയിട്ട് എടുത്തു. നല്ല പിഞ്ച് മത്തങ്ങ ആയതുകൊണ്ട് പിന്നെ ഞാൻ തൊലിയൊന്നും കളഞ്ഞില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ പയറിൻ്റെ കൂടെ കിടന്ന് വേവുമ്പോൾ ആകെ അങ്ങ് കുഴഞ്ഞ് കഷ്ണമൊന്നും ഇല്ലാത്ത പോലെ തോന്നും. അപ്പം ഞാൻ അങ്ങനെ തൊലിയൊന്നും കളയാതെ അങ്ങ് അരിഞ്ഞിട്ട് എന്നിട്ട് എല്ലാം കഴുകി വൃത്തിയാക്കി പയറുമൊക്കെ വേവിച്ചതിനകത്തോട്ടും ഇട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് അങ്ങ് വേവിക്കാനായിട്ട് വെച്ച്. ആ സമയം കൊണ്ട് നമുക്ക് അതിനുള്ള അരപ്പൊക്കെ അങ്ങ് അരച്ചെടുക്കാം. തേങ്ങയിൽ കുറച്ച് ജീരകവും ഒരല്ലി വെളുത്തുള്ളിയും കുറച്ച് പച്ചമുളകും ഒക്കെ ഇങ്ങിട്ട് നന്നായിട്ട് അങ്ങ് ചതച്ചെടുക്കണം. വല്ലാണ്ട് അരച്ചങ്ങ് എടുക്കണ്ട, ഒന്ന് ചതച്ചാൽ മാത്രം മതി. അപ്പോഴേക്കും നമ്മുടെ മത്തങ്ങയൊക്കെ അങ്ങ് വെന്ത് കിട്ടി. ഇനി അതിലോട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പൊക്കെ അങ്ങ് ഇട്ട് കുറച്ച് വെള്ളമൊക്കെ അങ്ങ് ഒഴിച്ച് നന്നായിട്ട് അങ്ങ് ആ അരപ്പൊക്കെ അങ്ങ് വേവാൻ വേണ്ടിയിട്ട് വെക്കാം. വല്ലാണ്ടിട്ട് തിളപ്പിച്ച് തീ കൂട്ടിയൊന്നും വെക്കേണ്ട, കുറച്ചൊന്ന് വെച്ചിട്ട് ആ അരപ്പയ്ക്ക് ഒന്ന് വേവാനുള്ളൊരു സമയം കൊടുത്താൽ മാത്രം മതി. കുക്കിങ് ഭയങ്കര ഇഷ്ടമുള്ള ജോലി ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് തന്നെ അങ്ങ് ചെയ്യും. ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ അമ്മയൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയം മുതലേ അമ്മയുടെ കൂടെ നിന്നിട്ട് കണ്ടു പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ചെയ്യൊന്നുമില്ല, കണ്ടിങ്ങനെ ഓരോന്ന് സംശയങ്ങളൊക്കെ ചോദിച്ചിങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്യും. അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടിയൊക്കെ ഇട്ട് കറി അങ്ങ് ഇറക്കി വെച്ച് ഇനി നമുക്ക് കടുക് താളിച്ചൊഴിക്കണം. നല്ല എരിശ്ശേരി കംപ്ലീറ്റ് ആവത്തോളെ. അപ്പോൾ വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും ഉണക്കമുളകും ഒക്കെ ഇട്ട് നല്ല മൂത്ത് കഴിയുമ്പം കുറച്ച് കൂടുതൽ തേങ്ങ തന്നെ ഇട്ട് നന്നായിട്ട് ചുമക്കി അങ്ങ് വറുത്തിടണം. എന്നാലേ എരിശ്ശേരിക്ക് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ കൊല്ലത്തൊന്നും ഇങ്ങനെ എരിശ്ശേരി ഉണ്ടാക്കുന്നതൊന്നും കണ്ടിട്ടില്ല. കുറേ കറികളൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടാണ് പഠിച്ചത്. ഓലൻ, കാളൻ, എരിശ്ശേരി ഇതൊക്കെ ഇവിടെ വന്നിട്ടാണ്. പക്ഷേ ഇവിടെ വന്ന് കുറേ കറികൾ ഭയങ്കര ഇഷ്ടവുമാണ്. അവിടുത്തെ കറികളും ഒക്കെ ഇഷ്ടമാണ്. അതിനതാ നമ്മുടെ തേങ്ങയൊക്കെ അങ്ങോട്ട് വറുത്ത് നമ്മുടെ എരിശ്ശേരിയിലൊക്കെ അങ്ങോട്ട് കൊട്ടിയിട്ട് നന്നായിട്ട് ഇളക്കി മിക്സൊക്കെ ചെയ്ത് ഞാനങ്ങനെ ഒരു കാസ്ട്രോളൊക്കെ എടുത്ത് അതിനകത്തോട്ടൊക്കെ ആക്കി വെച്ചിട്ട് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവാൻ വേണ്ടി പോയേ. അങ്ങനെ ഇതാ റെഡിയായി കഴിഞ്ഞൊക്കെ വന്ന് ഞാൻ എരിശ്ശേരിയൊക്കെ ആയിട്ട് സ്കൂളിലോട്ട് എത്താൻ പോവാണ്. എന്താ സ്കൂളിലെത്തിയപ്പോൾ പാരൻസിനെയൊക്കെ കാത്ത് കുട്ടികളൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ജിത്തുവിൻ്റെ ഫ്രണ്ട്സൊക്കെ ഓടി വന്ന് എൻ്റെ അടുത്തേക്ക്. അപ്പോഴേക്കും ടീച്ചേഴ്സും മാഷന്മാരും കൂടി ആദ്യം കൊണ്ടുവന്ന കറികളൊക്കെ ഇങ്ങനെ ഇലയിലൊക്കെ വിളമ്പി വെക്കുകയൊക്കെ ചെയ്തു. നോക്കുമ്പം നിറയെ കറികളുണ്ടായിരുന്നു. ഇലയൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ട്. നടുക്കായിട്ട് കുട്ടികൾ കൊണ്ടുവന്ന കറികളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കൊണ്ടുവന്ന മത്തങ്ങ എരിശ്ശേരിയൊക്കെ അങ്ങനെ കൊടുത്തിട്ട് മാഷും ടീച്ചേഴ്സും ഒക്കെ കൂടി അങ്ങനെ വിളമ്പി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ പിള്ളേരും ഒക്കെ വന്ന് ഇരിക്കാൻ തുടങ്ങി. അപ്പോൾ കൂട്ടുകാരുടെ കൂടി ഇരിക്കണം പറഞ്ഞിട്ട് ഓരോരുത്തരും ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരും അവരവരുടെ കൂട്ടുകാരുടെയൊക്കെ കൂടി ഇരുന്ന് കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ പാരൻസിനെയൊക്കെ പിടിച്ചിരുത്തി. അപ്പോൾ ടീച്ചേഴ്സിനോടും ഇരിക്കാൻ പറഞ്ഞപ്പോൾ അവർ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിരുന്നോളാന്ന് പറഞ്ഞു. ടീച്ചേഴ്സൊക്കെ നമുക്ക് വിളമ്പി തന്ന് നമ്മളും പിള്ളേരുടെ കൂടെയൊക്കെ ഇരുന്നങ്ങ് കഴിക്കാനൊക്കെ അങ്ങ് തുടങ്ങി. എല്ലാം നിറച്ച് സാധനങ്ങളായിരുന്നു. എന്തൊക്കെ സാധനങ്ങളാണെന്നൊന്നും പറയാനും കൂടി പറ്റുന്നില്ല. അവിയൽ, തോരൻ, കാളൻ, ഓലൻ, പിന്നെന്താ പപ്പടം, പച്ചടി, കിച്ചടി, അയ്യോ എന്തൊക്കെയാ പറയാൻ വയ്യ. 2 തരം പായസം ഉണ്ടായിരുന്നു. ഒരു സേമിയ പായസം, പിന്നെ നല്ല അമ്പലപ്പുഴ പാൽപ്പായസമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ജിത്തുവിൻ്റെ കൂട്ടുകാരും ഒക്കെ ഒപ്പം ഇരുന്ന് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. എല്ലാവരും ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെ ഇലയൊക്കെ ഇട്ട് ഇങ്ങനൊരു ദിവസം കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമല്ലേ. എല്ലാവരും കൂടി എങ്ങനെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുക. ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അവസാനം എനിക്ക് കുറച്ച് ഇലയിൽ പായസമൊക്കെ ഒഴിച്ചു തന്നു. അപ്പം പായസവും പപ്പടവും പഴവും ഒക്കെ കൂട്ടി ഞാൻ അങ്ങനെ ഒരു പിടി പിടിച്ചു. ഒരു റൗണ്ട് സേമിയ പായസമൊക്കെ കൊടുത്ത ശേഷം മാഷ് അടുത്ത പായസം എടുക്കുന്നുണ്ട്. തെറ്റിദ്ധരിക്കേണ്ട, പുളിശ്ശേരി അല്ല, നല്ല നെയ്യൊക്കെ ഒഴിച്ച് പാൽപ്പായസം തന്നെയാണ്. അങ്ങനെ പിള്ളേരൊക്കെ ഒരുവിധം എല്ലാവരും കഴിച്ചൊക്കെ കഴിഞ്ഞു. ജിത്തുവിൻ്റെ ഇലയൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. ജിത്തുവിൻ്റെ കൂട്ടുകാരും ഒക്കെ തളർന്നിരിക്കാൻ തുടങ്ങി. പിന്നെ പിള്ളേർ കുറേ പേരിങ്ങനെ ഇരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട്, ഇത്രയും പച്ചക്കറി എന്താ ചെയ്യാമെന്നറിയാണ്ട് എങ്ങനെ ഇരിക്കുക. പിള്ളേരുടെ കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ടീച്ചേഴ്സും മാഷന്മാരും ഒക്കെ ഇങ്ങനെ ഇരുന്ന്. അപ്പം നമ്മൾ പേരൻസൊക്കെ തന്നെ അവർക്ക് വിളമ്പി കൊടുത്തു. നമുക്ക് അവരല്ലേ വിളമ്പി തന്നത്. അപ്പം നമ്മളിതാ അവർക്ക് വിളമ്പിയൊക്കെ കൊടുക്കുകയാണ്. അവസാനം ഓണത്തിനാണ് ഇങ്ങനെ ഇലയൊക്കെ ഇട്ടൊരു സദ്യയൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് ഒപ്പം ഇരുന്ന് കഴിച്ചത്. അതൊക്കെ കഴിഞ്ഞപ്പം ഇത് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു എല്ലാവരും. എല്ലാം കഴിഞ്ഞ് അവസാനം ജിത്തുവിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ നിർത്തി ഒരു ഫോട്ടോ ഒക്കെ അങ്ങ് എടുത്തു കൊടുത്ത് ഞങ്ങൾ പാരൻസ് നിന്ന് ഓരോ ഫോട്ടോസും ഒക്കെ അങ്ങ് എടുത്ത് ഒരു കൊട്ടിപ്പാട്ടൊക്കെ കേട്ടുപോയി നോക്കുമ്പോഴേ എന്ത് രസമായിട്ടാണ് പിള്ളേർ കൊട്ടുന്നത്. പിന്നെ പിള്ളേരുടെ വക ഒരു യോയോയും. അവസാനം ടീച്ചേഴ്സിനും മാഷിനും ഒക്കെ ടാറ്റയും പറഞ്ഞ് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഇങ്ങ് പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ ബൈ.